Students, welcome back to X and Y Learning. So, നമ്മൾ ഇന്ന് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഇനിയും വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ദ ഏജ് ഓഫ് പ്രണവ്സ് മദർ ഈസ് 4 ടൈംസ് ദ ഏജ് ഓഫ് പ്രണവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ഓഫ് മദർ ബിക്കംസ് 3 ടൈംസ് ദാറ്റ് ഓഫ് പ്രണവ്. ആഫ്റ്റർ 4 ഇയേഴ്സ് ഏജ് ഓഫ് മദർ ബിക്കംസ് 3 ടൈംസ് ദാറ്റ് ഓഫ് പ്രണവ്. അതായത് പ്രണവിൻ്റെ അമ്മയുടെ ഏജ് എന്ന് പറയുന്നത് പ്രണവിൻ്റെ ഏജിൻ്റെ 4 ടൈംസ് ആണ്. 4 ടൈംസ് ആണ്. ആഫ്റ്റർ 4 ഇയേഴ്സ് 4 കൊല്ലം കഴിയുമ്പോൾ എന്താണ് പ്രണവിൻ്റെ മദറിൻ്റെ ഏജ് പ്രണവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഏജ് ഓഫ് പ്രണവ്, അതായത് പ്രസന്റ് ഏജ് ഓഫ് പ്രണവ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് പ്രണവ് എന്ന് പറയുന്നത് എക്സ് എന്ന് കൊടുത്താൽ പ്രസന്റ് ഏജ് ഓഫ് പ്രണവ്സ് മദർ, പ്രസന്റ് ഏജ് ഓഫ് പ്രണവ്സ് മദർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രണവിൻ്റെ മദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ടൈംസ് ദ ഏജ് ഓഫ് പ്രണവ്. അപ്പോൾ 4x ആയിരിക്കും അല്ലേ? 4 ടൈംസ് ദ ഏജ് ഓഫ് പ്രണവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴത്തെ പ്രണവിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ മദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് 4x. ഓക്കെ, ഇനി എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ 4 ഇയേഴ്സ് 4 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ആഫ്റ്റർ 4 ഇയേഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആഫ്റ്റർ 4 ഇയേഴ്സ് ഇപ്പോൾ ഉള്ള പ്രണവിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ 4 ഇയേഴ്സ് കഴിയുമ്പോൾ എന്തായിരിക്കും? x+4 ആയിട്ട് മാറും. പിന്നെ ഇപ്പോൾ ഉള്ള മദറിൻ്റെ ഏജ് 4x ആണെങ്കിൽ 4 ഇയേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ കൂടും അല്ലേ? ഇപ്പം എൻ്റെ വയസ്സ് ഒരു 10 ആണെന്ന് വിചാരിക്കുക. 4 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 14 അല്ലേ വയസ്സുണ്ടാവുക? എൻ്റെ 10ൻ്റെ കൂടെ 4 കൂടും. അപ്പോൾ ഇപ്പം എനിക്ക് എക്സ് ആണെങ്കിൽ 4 കൂടുമ്പോൾ x+4 ആയിരിക്കും. അപ്പോൾ ആഫ്റ്റർ 4 ഇയേഴ്സ് ഏജ് ഓഫ് പ്രണവ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? x+4 ആയിട്ട് മാറും. ആഫ്റ്റർ 4 ഇയേഴ്സ് ഏജ് ഓഫ് മദർ എത്രയായിട്ട് മാറുന്നുണ്ട്? മദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്രയാ? 4x ആണ് അല്ലേ? പ്രസന്റ് ഏജ് ഓഫ് മദർ എത്രയാ? 4x ആണ്. അപ്പോൾ 4 കൊല്ലം കഴിയുമ്പോൾ 4xൻ്റെ കൂടെ ഒരു 4ഉം കൂടെ കൂട്ടും. 4x+4 അല്ലേ? ഈസിയാണ്. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷനിലൂടെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്തുന്നത്. 4 ഇയേഴ്സ് കഴിയുമ്പോൾ ഏജ് ഓഫ് മദർ ബിക്കംസ് 3 ടൈംസ് ദാറ്റ് ഓഫ് പ്രണവ്. അപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള അവരുടെ ഏജ് തമ്മിലൊരു റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ റിലേഷൻ? ഏജ് ഓഫ് മദർ ഈസ് 3 ടൈംസ് ദാറ്റ് ഓഫ് പ്രണവ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ റിലേഷൻ എഴുതാണ്. ഏജ് ഓഫ് മദർ ഈക്വൽ ടു 3 ടൈംസ് ദാറ്റ് ഓഫ് പ്രണവ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഏജ് ഓഫ് പ്രണവ്. അതായത് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള കേസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏജ് ഓഫ് മദർ ഈക്വൽ ടു 3 ഇൻറ്റു ഏജ് ഓഫ് പ്രണവ് എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏജ് ഓഫ് മദർ എന്ന് പറയുന്നത് എന്താ? 4x+4. അപ്പോൾ 4x+4 ഈക്വൽ ടു 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള പ്രണവിൻ്റെ ഏജ് എന്താ? x+4. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു x+4 എന്ന് വരും. 3 ഇൻറ്റു ഏജ് ഓഫ് പ്രണവാണ്. അപ്പോൾ 3 ഇൻറ്റു x+4 എന്ന് വരും. അത് നമ്മൾ എങ്ങനെ കൊടുക്കണം? ബ്രാക്കറ്റിൽ കൊടുക്കണം അല്ലേ? കൺഫ്യൂഷൻ വരരുത്, തെറ്റ് വരരുത്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുക്കുക. 3 ഇൻറ്റു x+4 മുഴുവനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ വേർഡിൽ തന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്? ഇക്വേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് എക്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം എത്രയാണ് എക്സ് വരിക. 4x+4 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x+4 ആണ്. 3 ഇൻറ്റു x+4 നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 3 ഇൻറ്റു എക്സ് 3x അല്ലേ? 3 ഇൻറ്റു എക്സ് 3x പ്ലസ് അല്ലേ? ഇവിടെ പ്ലസ് ആണുള്ളത്, അപ്പോൾ പ്ലസ്, പിന്നെ 3 ഇൻറ്റു 4 എത്രയാ? 3 ഇൻറ്റു 4 12 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 3 ഇൻറ്റു 4. അപ്പോൾ 4x+4 നമുക്ക് എത്രയാണെന്ന് കിട്ടും? 3x പ്ലസ് 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 12 ആണെന്ന് നമുക്ക് കിട്ടും. യെസ്. ഇനി എങ്ങനെ എനിക്ക് എക്സിലേക്ക് എത്താം? എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 4x+4 ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് എക്സ് കിട്ടണമെങ്കിൽ ഇവിടെ 3x ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 3x മൈനസ് ചെയ്തു, ഇവിടെ നിന്ന് ഞാൻ 3x മൈനസ് ചെയ്തു. ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്നും 3x മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള എക്സ് ഒക്കെ ക്യാൻസൽ ആയിട്ട് പോകും. ഇവിടെ 4x മൈനസ് 3x എനിക്ക് എക്സ് അവിടെ നിന്ന് കിട്ടും. യെസ്. അപ്പോൾ എന്ത് ചെയ്യാം? 4x+4 മൈനസ് 3x ഈക്വൽ ടു 3x പ്ലസ് 12 മൈനസ് 3x. അപ്പോൾ എന്ത് കിട്ടി? 4x നിന്ന് 3x പോയാൽ എക്സ്, ബാക്കി അവിടെ പ്ലസ് 4 ഉണ്ട്, ഈക്വൽ ടു 3x നിന്ന് 3x പോയി, 3x നിന്ന് 3x പോയാൽ 0, ബാക്കി അവിടെ പ്ലസ് 12 ഉണ്ട്. ദാറ്റ് മീൻസ് x+4 ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 4 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 8. എക്സിൻ്റെ വാല്യൂ 8 ആണ് കിട്ടി. യെസ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 8 ആണ് കിട്ടി. എന്താ വെച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പ്രസന്റ് ഏജ് ഓഫ് പ്രണവ്? പ്രസന്റ് ഏജ് ഓഫ് പ്രണവ് എന്ന് പറയുന്നത് എന്താ? പ്രസന്റ് ഏജ് ഓഫ്
Pranav is equal to, we know percentage of Pranav എന്ന് പറയുന്നത് x ആണ്, which is equal to 8. Okay. A നമുക്ക് കിട്ടി. B എന്താ? What is the percentage of Pranav's mother? What is the percentage of Pranav's mother? അപ്പോൾ B എന്താ? Percentage of Pranav's mother equal to percentage of Pranav's mother എന്തായിരുന്നു? നമുക്കറിയാം 4x ആയിരുന്നു. യെസ് 4x ആയിരുന്നു, which is equal to 4x. This is equal to 4 into x നമുക്ക് 8 എന്ന് കിട്ടി. അപ്പോൾ 4 into 8 32 years ആണ് എന്ത് പ്രണവിന്റെ അമ്മയുടെ ഏജ് എന്ന് പറയുന്നത്. പ്രണവിന്റെ ഏജ് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 8 ആണെന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻ, ഒരു വേർഡിൽ തന്ന ക്വസ്റ്റ്യനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് അതിലുള്ള വാല്യൂസ് നമുക്ക് എക്സ് ആണെങ്കിൽ എക്സ് ഒക്കെ നമുക്ക് ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് 2 times the price of a pencil. The price of a book is 10 times the price of a pencil. A student bought 5 pencils, 10 pens and 2 books from a shop for rupees 135 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻസിൽ, പ്രൈസ് ഓഫ് പെൻ, പ്രൈസ് ഓഫ് ബുക്ക്, ഇത് മുഴുവൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈസ് ഓഫ് പെന്ന് ഈസ് 2 times പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നുണ്ട്. യെസ്, പ്രൈസ് ഓഫ് ബുക്ക് 10 times പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഞാൻ പ്രൈസ് ഓഫ് പെൻസിൽ, ലെറ്റ് പ്രൈസ് ഓഫ് പെൻസിൽ ഈക്വൽ ടു എക്സ്. പ്രൈസ് ഓഫ് പെൻസിലിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, പ്രൈസ് ഓഫ് പെൻ എത്രയായിരിക്കും? പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൈസ് ഓഫ് 1 പെൻസിൽ എക്സ് ആണ്. പ്രൈസ് ഓഫ് 1 പെൻ ഇപ്പോൾ എത്രയായിരിക്കും? 2 times ദ പ്രൈസ് ഓഫ് എ പെൻസിൽ എന്നാണ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നുണ്ട്. യെസ്, പ്രൈസ് ഓഫ് എ പെൻ എന്ന് പറയുന്നത് 2x ആയിട്ട് മാറും. യെസ്, പെൻസിൽ എക്സ് ആണെങ്കിൽ 2 times പ്രൈസ് ഓഫ് പെൻസിൽ എന്ന് പറയുമ്പോൾ പെന്നിന്റെ പ്രൈസ് 2x ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് എ ബുക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്രൈസ് ഓഫ് എ ബുക്ക്, യെസ്, 10 times ദ പ്രൈസ് ഓഫ് എ പെൻസിൽ, ദാറ്റ് മീൻസ് 10x ആയിരിക്കും. പ്രൈസ് ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് 10x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. എങ്ങനെ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. എ സ്റ്റുഡൻറ് ബോട്ട് 5 pencils, 10 pens and 2 books from a shop for rupees 135. എന്തൊക്കെയാ വാങ്ങുന്നത്? സ്റ്റുഡൻറ് ബോട്ട് 5 പെൻസിൽസ് വാങ്ങുന്നുണ്ട്, 10 പെൻസ് വാങ്ങുന്നുണ്ട് ആൻഡ് 2 ബുക്സ് വാങ്ങുന്നുണ്ട് ഫോർ 135 rupees എന്ന് പറയുന്നുണ്ട്. യെസ്, അപ്പോൾ 5 പെൻസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? ഒരു പെൻസിലിൻ്റെ പ്രൈസ് എക്സ് ആണെങ്കിൽ 5 പെൻസിലിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? 5x ആയിരിക്കും. യെസ്, പ്ലസ് ഇനി അതിൻ്റെ കൂടെ എന്തും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. 10 പെന്ന് വാങ്ങുന്നുണ്ട്. 10 പെന്ന് വാങ്ങുമ്പോൾ ഒരു പെന്നിന് 2x rupees ആണ് അല്ലേ? പ്രൈസ് ഓഫ് എ പെൻ ഒരു പെന്നിന് 2x rupees ആണ്. 10 പെന്നിന് എത്ര ആയിരിക്കും? അപ്പം 10 into 2x ആയിരിക്കും. 10 into 2x rupees ആയിരിക്കും. പ്ലസ് ഇനി എന്തും കൂടെ വാങ്ങുന്നുണ്ട്? 2 ബുക്കും കൂടെ വാങ്ങുന്നുണ്ട്. 2 ബുക്ക് വാങ്ങുമ്പോൾ ഒരു ബുക്കിന് 10x ആണ് പ്രൈസ് അല്ലേ? ഒരു ബുക്കിന് 10x ആണെങ്കിൽ 2 ബുക്കിന് എന്തായിരിക്കും പ്രൈസ്? 2 into 10x ആയിരിക്കും. യെസ്, ഇതിൻ്റെ എല്ലാം കൂടെ പ്രൈസ് ആണ്, ആകെ കൂടെ ഉള്ള പ്രൈസ് ആണ് എത്രയാ? 135. കിട്ടിയില്ലേ? ഇക്വേഷൻ കിട്ടിയില്ലേ? ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ഇനി ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. യെസ്, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 5x പ്ലസ് 10 into 2x പ്ലസ് 2 into 10x. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് ചെയ്യും? 5x പ്ലസ് 10 into 2x എന്ന് പറഞ്ഞാൽ എത്രയാ? 10 into 2 into x, ദാറ്റ് ഈസ് 20 into x ആണ്. 20x ആണ്. പ്ലസ് 2 into 10x എന്ന് പറഞ്ഞാൽ എത്രയാ? 2 into 10x ഈസ് ഓൾസോ 20x. ദിസ് ഈസ് ഈക്വൽ ടു 135. യെസ്, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? 5x പ്ലസ് 20x പ്ലസ് 20x എത്രയാ? ടോട്ടൽ 5, 20, 20. ദാറ്റ് മീൻസ് 45x എന്ന് വരും. യെസ്, 45x ഈസ് ഈക്വൽ ടു 135 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ്റെ 2 സൈഡും നമുക്ക് 45 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ അല്ലേ? അപ്പോൾ 45x by 45 is equal to 135 divided by 45. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ഈ 45 ക്യാൻസൽ ചെയ്ത് എക്സിനെ മാത്രമായിട്ട് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ 135 by 45 എത്രയാ പറഞ്ഞോ? x is equal to 135 by 45 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. യെസ്, എക്സ് നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻസിൽ? പ്രൈസ് ഓഫ് പെൻസിൽ ആയിരുന്നു എന്ത്? x is equal to 3. ഇനി എന്താ അടുത്ത എന്താ? ബി എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻ? പ്രൈസ് ഓഫ് പെൻ എന്താ? പ്രൈസ് ഓഫ്
പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2x ആണ്. 2x ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3. യെസ്, 2 ഇൻറ്റു 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6. പ്രൈസ് ഓഫ് പെൻ എത്രയാണെന്ന് കിട്ടും? 6 റുപ്പീസ് ആണെന്ന് കിട്ടും. ഓക്കെ, 3 റുപ്പീസ് 6 റുപ്പീസ് ആണ്. ആൻഡ് പ്രൈസ് ഓഫ് ബുക്ക് എന്താ? പ്രൈസ് ഓഫ് ബുക്ക് പ്രൈസ് ഓഫ് ബുക്ക് ഈസ് ഈക്വൽ ടു നമ്മൾ എടുത്തതാണ് 10x എന്നാണ് എടുത്തത് അല്ലേ? ഇവിടെ യെസ്, പ്രൈസ് ഓഫ് ബുക്ക് 10x ആണ്. അപ്പോൾ 10 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 30 ആയിരിക്കും, 30 റുപ്പീസ് ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒരു പെന്നിന് എത്ര റുപ്പീസാന്ന് കിട്ടി? 3 റുപ്പീസാന്ന് കിട്ടി. ഒരു പെൻസിലിന് 3 റുപ്പീസാന്ന് കിട്ടി. പെന്നിന് 6 റുപ്പീസാന്നും കിട്ടി. ആൻഡ് ബുക്കിന് എത്രയാന്ന് കിട്ടി? 30 റുപ്പീസാന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് അങ്ങനെ ആ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ. യെസ്, an auditorium is in the shape of a rectangle. Length is 2 meters more than 2 times its breadth. If breadth is taken as x, length is equal to. യെസ്, ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ഓഡിറ്റോറിയം ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ അവിടെ ഓഡിറ്റോറിയം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് 2 മീറ്റർ മോർ ദാൻ 2 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഇഫ് ബ്രെഡ്ത്ത് ഈസ് ടേക്കൺ ആസ് എക്സ്. അപ്പോൾ ബ്രെഡ്ത്ത് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2 മീറ്റർ മോർ ദാൻ 2 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എക്സിൻ്റെ ഫോമിലേക്ക് മാറ്റണം. 2 മീറ്റർ മോർ ദാൻ 2 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഇറ്റ്സ് ബ്രെഡ്ത്ത് എന്താ? എക്സ് ആണ് ബ്രെഡ്ത്ത്. അപ്പോൾ 2x ആണ് 2 ടൈംസ് ബ്രെഡ്ത്ത്. ഇപ്പോൾ 2xൻ്റെ കൂടെ 2 മീറ്ററും കൂടെ കൂടുക എന്ന് പറയുമ്പോൾ 2x പ്ലസ് 2 അല്ലേ ലെങ്ത് എന്ന് പറയുന്നത്? യെസ്, 2x പ്ലസ് 2 ആണെന്ത്? ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ലെങ്ത് കിട്ടി. സോ എ നമ്മൾ ചെയ്തു. ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് 2x പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടും. സം ഓഫ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഓഡിറ്റോറിയം ഈസ് 50 മീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത്? സം ഓഫ് ദ ലെങ്ത് പ്ലസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഓഫ് ദി ഓഡിറ്റോറിയം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലെങ്ത് നമ്മൾ എടുത്തത് 2x പ്ലസ് 2 ആണ്, ബ്രെഡ്ത്ത് നമ്മൾ എടുത്തത് എക്സ് ആണ്. ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. ലെങ്ത് 2x പ്ലസ് 2 ആയിരുന്നു, പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു. ഈക്വൽ ടു ടി. ദാറ്റ് മീൻസ് ഇനി എന്ത് ചെയ്താൽ മതി? 2x പ്ലസ് എക്സ് 3x പ്ലസ് 2 ഈക്വൽ ടു ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3x പ്ലസ് 2 ഈക്വൽ ടു 50 എന്ന് പറയുമ്പോൾ 3x പ്ലസ് 2 മൈനസ് 2 ചെയ്യുക, ഈക്വൽ ടു 50 മൈനസ് 2. എന്തായത്? ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്നും 2 അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞു. ഇക്വേഷൻ്റെ രണ്ട് സൈഡിൽ നിന്നും 2 മൈനസ് ചെയ്ത് കളഞ്ഞു. ദാറ്റ് മീൻസ് 3x ഈസ് ഈക്വൽ ടു, ഇവിടെ ഈ 2ഉം 2ഉം കൂടെ 0 ആവുന്നുണ്ട്. അപ്പോൾ 3x ഈസ് ഈക്വൽ 50 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 48 ആണ്. ദാറ്റ് മീൻസ് എക്സ് എത്രയായിരിക്കും കിട്ടുക? ഇനി വേണമെങ്കിൽ 3x ബൈ 3 ചെയ്യുക, 48 ബൈ 3. ഇക്വേഷൻ്റെ രണ്ട് സൈഡും 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 48 ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 16 എന്ന് കിട്ടും. എക്സ് നമുക്ക് 16 എന്ന് കിട്ടും. എക്സ് എന്തായിരുന്നു നമ്മൾ എടുത്തത്? എക്സ് എന്തായിരുന്നു? ഇവിടെ എന്തായിരുന്നു? ബ്രെഡ്ത്ത് ആണ് എന്ത് കൊടുത്തത്? എക്സ് എന്ന് എടുത്തത്. അപ്പോൾ നേരെ എക്സ് ഈസ് ഈക്വൽ 16 എന്ന് എഴുതി കിട്ടാൽ ഫുൾ ആൻസർ ആയോ? കംപ്ലീറ്റ് ആയോ? മാർക്ക് കിട്ടുമോ? ഇല്ല. അവിടെ ബ്രെഡ്ത്ത് ആണ് എക്സ്. അവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ ലെങ്ത് എന്നാണ്. സോ വാട്ട് ഈസ് ദ ലെങ്ത്? ലെങ്ത് ഈക്വൽ ടു 2x പ്ലസ് 2. 2x പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സ് എത്രയായിരുന്നു? 16 ആയിരുന്നു, പ്ലസ് 2. 2 ഇൻറ്റു 16 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്രയാ? 32 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 34. 34 എന്താണ്? യൂണിറ്റും കൂടെ എഴുതണം. 34 മീറ്റർ. യെസ്, സോ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? ലെങ്ത് ഈസ് ഈക്വൽ ടു 34. യെസ്, തെറ്റാണ്. അപ്പം എന്ത് കിട്ടി നമുക്ക്? 2x പ്ലസ് 2 എന്നുള്ള ഫസ്റ്റ് ആൻസറും കിട്ടി. വാട്ട് ഈസ് ദ ലെങ്ത് എന്ന് ചോദിച്ചു, 34 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 16 ആയിരിക്കും ആൻസർ ഉണ്ടാവുക. ലെങ്ത് ചോദിച്ചുകൊണ്ട് നമ്മൾ 34 എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ ആ സൊല്യൂഷൻ കൺവേർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എന്താ ക്വസ്റ്റ്യൻ? 2 ഈസ് ആഡഡ് ടു 3 ടൈംസ് ഓഫ് എ നമ്പർ ഗിവ്സ് 17. ഫൈൻഡ് ദ നമ്പർ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുക? കൂടുതൽ വേഗത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഓൾ.